ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞങ്ങളിന്ന് മലയാളി സമാജത്തിൻ്റെ ഒരു ട്രിപ്പാണ് ഇന്ന് നമ്മുടെ വേരാവലിൽ നിന്നും ദ്വീപിന് വരെ പോവുക. അപ്പം ഗുജറാത്തിലെ മലയാളി സമാജം ഒരു ട്രിപ്പാണ്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു വീഡിയോ എടുത്തിട്ട് ഈ ട്രിപ്പ് നടന്നത് ഫെബ്രുവരി 8-ാം തീയതിയാണ്. പിന്നെ ഞാൻ എഡിറ്റൊന്നും ചെയ്തില്ലായിരുന്നു കേട്ടോ, കുറച്ച് ലേറ്റായിപ്പോയി ഈ വീഡിയോ ഇടാനേ. അപ്പം നമ്മൾ രാവിലെ തന്നെ ഒരു 8:30 മണിയായപ്പോഴത്തേക്ക് നമ്മൾ അവിടുന്ന് തിരിച്ചു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് നമ്മൾ. അപ്പോൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടൊന്നുമില്ല ആരും. എല്ലാവരും കഴിച്ചവരുണ്ടാവും. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ, ചായ മാത്രമേ കുടിച്ചുള്ളൂ. അപ്പോൾ ഫുഡ് നമുക്ക് കഴിക്കണം പോകുന്ന വഴിക്ക്. അപ്പോൾ അതുവഴി പോകുന്ന എന്താ പറയുക, പച്ചക്കറികളും ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ കുറേ ഇതാണ്. അപ്പം കയറിയപ്പോൾ തന്നെ പാട്ടും ബഹളവും ഒക്കെ ആയിരുന്നു. ഒരു നല്ലൊരു എന്താ പറയുന്നത്, നല്ലൊരു രസമായിരുന്നു കേട്ടോ. എല്ലാവരും പാട്ടും ഒക്കെ ഇട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഓരോ ഇതുമായിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. അപ്പം പകുതി ഇവിടുന്നും ആളുകൾ കയറാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കയറി അപ്പോൾ കുറേ പിന്നെ അമ്മമാർ കണ്ടോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താ സംഭവം എന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു वो सूर्य आने का बात ही अब जाना नाइट में दोपहर को बाद देख ആൾക്കാരെയൊക്കെ നമുക്ക് ഓടിച്ചിട്ട് പിടിക്കാം. നീ താഴെ നിന്നോ? പപ്പായ ചുറ്റിപ്പറ്റി കിടക്കും. അയ്യോ, അത് താഴെ നിന്നത് ബാക്കി. 32 വരെ കുറവല്ലോ, 32 പറഞ്ഞു. അല്ല, അതൊക്കെ പക്ഷേ അങ്ങനെ ഇടയ്ക്ക് പോകുന്ന വഴിക്ക് നമ്മൾ നിർത്തി ഒരു സ്കൂളായിരുന്നേ, അവിടെ നിർത്തി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പം ഇഡ്ഡലിയും സാമ്പാറും വടയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ നമ്മളിവിടെ അമ്പലത്തിലെത്തി, ചെറിയൊരു അമ്പലം പോലെ ഇങ്ങനെ. അപ്പോൾ കടലൊക്കെ കണ്ടോ, എന്ത് രസമാണ് കടലൊക്കെ കാണാൻ. പക്ഷേ ഭയങ്കര ചൂടാണ് കേട്ടോ, ഭയങ്കര വെയിലായിട്ട് നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ചൂട് നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് പോകണം. നമുക്ക് സമയം ഒരുപാടായി കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ നമ്മൾ തിരിച്ചായിരുന്നെങ്കിൽ നമുക്ക് എല്ലായിടവും പോയി കാണാമായിരുന്നു. ഇവിടെ കുറേ സ്ഥലമുണ്ട് കാണാൻ, പക്ഷേ എല്ലായിടത്തൊന്നും പോകാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. ഞങ്ങളിവിടെ കുറേ വട്ടം വന്നിട്ടുള്ളതാണ് കേട്ടോ, പക്ഷേ എൻ്റെ ദേവൂട്ടൻ ആയ പിന്നെ ഞങ്ങൾ വന്നിട്ടേയില്ല. അപ്പോൾ അമ്പലത്തിലൊക്കെ കയറിയിട്ട് പിന്നീട് ഞങ്ങളവിടെ ഡ്രസ്സൊക്കെ നോക്കാനായിട്ട് ഇങ്ങനെയൊക്കെ കയറി ടോയ്സൊക്കെ മേടിച്ചു. തിരിച്ച് വീണ്ടും ബസ്സിൽ വന്ന് കയറി. പാട്ട് കേട്ടോണ്ട് എഴുന്നേറ്റതാ.
അവിടെ നല്ല സ്ഥലമായിരുന്നു. അത് പറഞ്ഞപ്പോ ആർക്കും വയ്യ. അല്ല എടുത്താൽ മതി. യോ ദൈവമേ, കുറേ സ്ഥലങ്ങളൊക്കെ കറങ്ങിയിട്ട് നേരെ വന്നു. അപ്പോൾ 2 മണിയായി കേട്ടോ. അപ്പം ഉണ്ണാനുള്ള സമയമായി. അങ്ങനെ വന്നു ചോറുണ്ണാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ചോറൊക്കെ നേരത്തെ അവിടെ നിന്ന് തന്നെ, ഫുഡെല്ലാം നമ്മൾ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി സെറ്റാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. ഞങ്ങളല്ല, അവിടുന്ന് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നതാണ്. അങ്ങനെ നല്ല ചോറും മീൻകറിയും സാമ്പാറും, ഒരു സദ്യ എന്ന് തന്നെ വേണേൽ പറയാം കേട്ടോ. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്നും നിന്നും ഒക്കെ ആയിട്ട് കഴിച്ചു. കുറേ ഞങ്ങളെല്ലാം ആവശ്യാനുസരണം കഴിച്ചു കഴിഞ്ഞും ഫുഡ് ബാക്കി വന്നു കേട്ടോ. ഉപ്പൊക്കെ കഴിഞ്ഞ് രാവിന് മുന്നേ കനൽ കാടു താണ്ടാം നോവിൻ്റെ ശൂലമുനമുകളിൽ ബാണ്ടമൊലിവാർന്ന ചുടുവിയർപ്പിൽ പൊതിഞ്ഞും. ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. അന്നേരം പാട്ടൊക്കെ പാടാൻ അറിയാവുന്നവരൊക്കെ പാട്ടൊക്കെ പാടി കേട്ടോ. കുറേ കവിതകളും നന്നായിട്ട് കുറേ മാപ്പിളപ്പാട്ടും അടിപൊളി പാട്ടുകൾ, കവിതയും അതും ഇതുമൊക്കെ പാടി കേട്ടോ. അങ്ങനെ കുറേ പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നു ഇങ്ങനെ നിന്നും ഒക്കെ ആയിട്ട് കുറേ നേരം നമ്മൾ ഇവിടെ ചിലവഴിച്ചു കേട്ടോ. ഓരോരുത്തരും പാടും, പിന്നെ ഡാൻസായി മേളമായി എന്തൊക്കെയാണോ, ഭയങ്കര മേളമായിരുന്നു കേട്ടോ. ഡാൻസ് കളിയും പെണ്ണുങ്ങളൊക്കെ മാറി ഇങ്ങനെ എല്ലാവരും മാറി നിന്നു. പിന്നെ എല്ലാവരും പാട്ടൊക്കെ കേട്ട് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ കുറേ നേരം അവിടെ നിന്നു. അപ്പോൾ ഇവിടെ വെച്ച് നമ്മളെന്തെങ്കിലും മത്സരങ്ങളൊക്കെ നടത്തണം, ഗെയിമൊക്കെ വെക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ കുറേ പേർക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് താല്പര്യമില്ല. പിന്നെ ടൈമും ഒരുപാടായി കേട്ടോ. നമ്മൾ സമയം ഒത്തിരി ആയായിരുന്നു. ഇത് കാരണം ഇനി അത് ഗെയിമും ഒക്കെ വെച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. ഇനി നമുക്ക് ബീച്ചിലൊക്കെ പോകാനുള്ളതാണ്. അപ്പോൾ അത് കാരണം മുമ്പേ ഞാൻ എടുത്തിട്ട് പോയത് ചെല്ലേ. അങ്ങനെ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് നേരെ നമ്മൾ വന്ന് പിന്നെ കുറച്ച് പേര് ലേഡീസൊക്കെ ബാത്റൂമിൽ പോകാനുള്ളവരൊക്കെ ബാത്റൂമിലൊക്കെ പോയിട്ട് അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ദൈവോട്ടിന് ഇപ്പോഴേ കരച്ചിൽ തുടങ്ങി. വേറൊന്നുമല്ല, അപ്പയുടെ കൂടെ പോകണമെന്നും പറഞ്ഞുള്ള കരച്ചിലാണ്. കാരണം പുള്ളി എങ്ങോട്ടും വിടാതെ അവനിങ്ങനെ നിൽക്കുകയായിരുന്നു. കൈ മാറി ഒന്ന് എടുക്കാൻ പോലും സമ്മതിക്കാതെ അങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ ഗ്രൂപ്പായിട്ട് ഇഷ്ടമുള്ളിടത്തോട്ടൊക്കെ പോയി കറങ്ങി അടിച്ചു. അങ്ങനെ ബീച്ചിൽ പോകേണ്ട ഒരു ബീച്ചിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങുമായിരുന്നു കുറേ പേര്.
എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ ആ കൊറോണ ആ സമയത്താണ് വന്നത് കേട്ടോ. കൊറോണ തുടങ്ങുന്നതിന് മുമ്പ് വന്നിട്ട് പോയതാണ്. മോന് പോണോ? ശാലു ശാലിനി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വേറൊരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ പെണ്ണുങ്ങൾ ഇത്രയും പേരില്ലേ, നിങ്ങൾ ബോട്ടിലൊന്ന് പോയിട്ട് വാന്ന് പറഞ്ഞു. എനിക്കാണ് ഈ വെള്ളമെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി. എനിക്കിതിൽ കയറാൻ പേടിയായിരുന്നു കേട്ടോ. ഞാനത് ഇരിക്കുന്ന കാണുമ്പോഴേ അറിയാം എനിക്ക് പേടിയാണെന്ന്. ഒരുവിധം എന്തായാലും അതിനകത്ത് കയറിയിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം ആഗ്രഹമുണ്ട് ഇതിൽ പോകണമെന്നൊക്കെ, പക്ഷേ പേടിയാണ് എൻ്റെ വിഷയം. അങ്ങനെ കണ്ടോ, ഒരു ചേച്ചി എൻ്റെ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പേടിയാണ്, അതാണ് പുള്ളിക്കാരി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറൊരു ചേച്ചി ഫ്രണ്ടിൽ ഇരുന്ന് പറയുന്നുണ്ട്, ചേച്ചി എന്തിനാ പേടിക്കുന്നത്, ഞാനില്ലേ. ഒരു ചേച്ചി പേടിക്കാണ്. चालू है अभी, वहाँ किनारे पे खींचेंगे। ऐसे चलते वीडियो में फोटो आ रही है। അപ്പോൾ അത് കഴിഞ്ഞ് അപ്പൂസിൻ്റെ ഫ്രണ്ടും കൂടെ കയറി കേട്ടോ. ഇതിനെന്തുവാ പറയുന്നത്, ബനാന ബോട്ടോ അങ്ങനെ എന്തോ പറയുന്നത് കേട്ടോ. അപ്പോൾ അവരതിനകത്ത് കയറി. അവർ പോകുന്നത് നോക്കി ഞങ്ങളവിടെ നിൽക്കുമായിരുന്നു. തിരിച്ചു വരുന്നിടം വരെ വീഡിയോ ഒക്കെ എടുത്തു. ഞങ്ങളവിടെ നിന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ദേവൂട്ടൻ ഭയങ്കര സീനാണേ, കരച്ചിൽ. ആപ്പയുടെ കൂടെ പോകണമെന്നും പറഞ്ഞു. ബീച്ചിൽ വെള്ളത്തിക്കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ നേരെ വണ്ടി കിടക്കുന്നിടത്ത് വരുക. അപ്പം നമ്മൾ തിരിച്ച് പോകാനായിട്ട് തുടങ്ങുവാണേ. 5 മണിയായേ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് നടന്നു ബസ്സിൽ കയറാനായിട്ട് വന്നു. ബസ്സിൽ കയറി. പിന്നെ ബസ്സിനകത്ത് ഡാൻസും പാട്ടും മേളവും ഒക്കെ ആയിരുന്നു കേട്ടോ. ഒരു രസമായിരുന്നു ഈ ഒരു ട്രിപ്പ്. അവന്
ചായക്ക് അവിടെ നിന്ന് ടോക്കൺ അങ്ങനെ നമ്മൾ ഇടയ്ക്ക് വണ്ടിയൊക്കെ നിർത്തി ചായയൊക്കെ കുടി കഴിഞ്ഞ് വീണ്ടും ബസ്സിൽ യാത്ര തുടങ്ങി. പിന്നെ പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു എന്താ പറയുന്ന ഒരു പിക്നിക്ക്. നല്ലൊരു എന്താ പറയുന്ന നല്ല ഹാപ്പിയായി, നല്ലൊരു സന്തോഷ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ലൈക്കും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.